എല്ലാവർക്കും പുതിയൊരു സ്വാഗതം. +1 രണ്ടാം സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. സർക്കുലർ +1 ജില്ലാ അനന്തര സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫറിനുള്ള വേക്കൻസി പ്രസിദ്ധീകരണം, അപേക്ഷാ സമർപ്പണം സംബന്ധിച്ച നിർദ്ദേശം നമുക്ക് നോക്കാം. രണ്ടാം സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ശേഷമുള്ള വേക്കൻസി ജില്ലാനന്തര സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫറിന്റെ അലോട്ട്മെന്റിനായി 2026 ഓഗസ്റ്റ് 6 പ്രസിദ്ധീകരിക്കുന്നതാണ്. ഇതുവരെ ഏകജാലക സംവിധാനത്തിൽ മെറിറ്റ് കോട്ടയിലോ സ്പോർട്സ് കോട്ടയിലോ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് അനിവാര്യമെങ്കിൽ മാത്രം ഒന്നാം ഓപ്ഷൻ പ്രവേശനം നേടിയെങ്കിൽ പോലും ട്രാൻസ്ഫറിന് അപേക്ഷിക്കാവുന്നതാണ്. അതിപ്പം നിങ്ങൾ മെറിറ്റ് കോട്ടയിലോ അതുപോലെ തന്നെ സ്പോർട്സ് കോട്ടയിലോ പ്രവേശനം നേടിയ വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ട്രാൻസ്ഫറിനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒന്നാം ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ചവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അധിക സീറ്റ് സൃഷ്ടിച്ച് പ്രവേശനം നൽകിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക്, അതായത് ഭിന്നശേഷി വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾ സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ സാധിക്കില്ല. അത് ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫറിന് അപേക്ഷ നൽകാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ ഒരു ജില്ലയിൽ പ്രവേശനം നേടിയ ശേഷം വിടുതൽ സർട്ടിഫിക്കറ്റ് വാങ്ങി മറ്റൊരു ജില്ലയിൽ പോയവർക്ക് തിരിച്ച് അതേ ജില്ലയിലേക്ക് ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല. അതായത് നിങ്ങൾ ഒരു ജില്ലയിൽ നിന്നും മറ്റൊരു ജില്ലയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ ജില്ലയിൽ നിന്നും തിരിച്ച് പഴയ ജില്ലയിലേക്ക് തന്നെ വരണമെങ്കിൽ അതിന് സാധിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ കാസർഗോഡ് ജില്ലയിൽ നിന്നും നിങ്ങൾ കണ്ണൂർ ജില്ലയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തോന്നുകയാണ് എനിക്ക് കാസർഗോഡേക്ക് തന്നെ തിരിച്ചു പോകണം എന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെ പറ്റില്ല എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ജില്ലയ്ക്കകത്തോ മറ്റ് ജില്ലയിലേക്കോ സ്കൂൾ മാറ്റത്തിനോ കോമ്പിനേഷൻ മാറ്റത്തോടെയുള്ള സ്കൂൾ മാറ്റത്തിനോ കാൻഡിഡേറ്റ് ലോഗിലെ അപ്ലൈ ഫോർ സ്കൂൾ ബാർ കോമ്പിനേഷൻ ട്രാൻസ്ഫർ എന്ന ലിങ്കിലൂടെ 2026 ഓഗസ്റ്റ് 6 രാവിലെ 10 മണി മുതൽ, അതിൻ്റെ നോട്ടിഫിക്കേഷനും ആഗസ്റ്റ് 6 രാവിലെ 10 മണി എന്ന് പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളും ഓൾറെഡി സ്റ്റാർട്ടായിട്ടുണ്ട്. ഓഗസ്റ്റ് 7 വൈകിട്ട് 4 മണി വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഓഗസ്റ്റ് 7 വൈകിട്ട് 4 മണി വരെ അപേക്ഷ സമർപ്പിക്കുന്നതാണ്. വിദ്യാർത്ഥികൾ പ്രവേശനം നേടിയ സ്കൂളിൽ തന്നെ മറ്റൊരു കോമ്പിനേഷനിലേക്കോ, ഇപ്പം സയൻസ് കിട്ടിയ കുട്ടിക്ക് കൊമേഴ്സോ ഹ്യൂമാനിറ്റീസിലേക്കോ സ്കൂളിലെ അതേ കോമ്പിനേഷനിലേക്കോ, അതായത് ഇപ്പം ഒരു സ്കൂളിൽ നിന്ന് സയൻസ് കിട്ടിയ കുട്ടിക്ക് മറ്റൊരു സ്കൂളിലെ സയൻസും, മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോമ്പിനേഷനിലേക്ക്, ഇപ്പം ഒരു സ്കൂളിൽ സയൻസ് തുടരുന്ന വിദ്യാർത്ഥിക്ക് മറ്റൊരു സ്കൂളിൽ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ, അങ്ങനെ 3 തരത്തിൽ. അതായത് ഒന്ന് സ്കൂളിൽ തന്നെ മറ്റൊരു കോമ്പിനേഷനിലേക്കോ, അല്ലെങ്കിൽ സ്കൂളിലെ അതേ കോമ്പിനേഷനിലേക്കോ, അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോമ്പിനേഷനിലേക്കോ 3 തരത്തിലാണ് അപേക്ഷ നൽകാൻ സാധിക്കുക. മാറ്റം ആവശ്യപ്പെടുന്ന സ്കൂളോ കോമ്പിനേഷനോ വിദ്യാർത്ഥി ആദ്യം സമർപ്പിച്ച അപേക്ഷയിൽ ആവശ്യപ്പെട്ടിരിക്കണമെന്നില്ല. അതായത് നിങ്ങൾക്കിപ്പോൾ ട്രാൻസ്ഫർ പോകാൻ ആഗ്രഹിക്കുന്ന സ്കൂളും കോഴ്സും നിങ്ങൾ ആദ്യമേ അപേക്ഷ സമർപ്പിച്ചപ്പോൾ നൽകിയ അപേക്ഷയിൽ ഉൾപ്പെട്ടിരിക്കണമെന്നില്ല. ഒന്നിലധികം സ്കൂളുകളിലേക്കും കോമ്പിനേഷനുകളിലേക്കും മാറ്റത്തിന് ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. നിങ്ങൾക്ക് ഒന്നിലധികം ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. മുൻഗണനാക്രമത്തിൽ ഓപ്ഷനുകൾ നൽകേണ്ടതാണ്. മുൻഗണനാക്രമത്തിൽ ഓപ്ഷൻ നൽകണം. ഏറ്റവും ലഭിച്ചു കഴിഞ്ഞാൽ പോകാൻ അനിവാര്യമുള്ള സ്കൂളും കോഴ്സും മാത്രമാണ് ഓപ്ഷനായി നൽകേണ്ടത്. മാറ്റം ലഭിച്ചാൽ പ്രവേശനം നേടാൻ താല്പര്യമുള്ള സ്കൂളും കോമ്പിനേഷനും മാത്രമേ വിദ്യാർത്ഥികൾ ഓപ്ഷനായി നൽകാൻ പാടുള്ളൂ. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് മാറ്റം ഇപ്പോൾ ട്രാൻസ്ഫറിന് ലഭിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും നിങ്ങളവിടെ ചേരും എന്ന് 100% ഉറപ്പുള്ള ഓപ്ഷനുകൾ മാത്രമേ ട്രാൻസ്ഫറിന് നൽകാൻ പാടുള്ളൂ. ഓപ്ഷനുകൾ നൽകുന്ന സ്കൂൾ കോഡ്, കോഴ്സ് കോഡ് എന്നിവയിൽ തെറ്റുവരാതെ അതീവ ശ്രദ്ധ നൽകണം. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ നൽകുമ്പോൾ എന്ത് ചെയ്യണം?
അതിൻ്റെ സ്കൂൾ കോഡ്, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ചില സ്കൂളുകളിലേക്ക് വ്യത്യാസം എന്ന് പറഞ്ഞെങ്കിൽ ഓരോ നമ്പറിൻ്റെ വ്യത്യാസത്തിലാണ് സ്കൂളുകളൊക്കെ മാറുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു സ്കൂളിൻ്റെ പേര് അല്ലെങ്കിൽ ഒരു സ്കൂളിൻ്റെ കോഡ് അടിക്കുമ്പം നിങ്ങൾ ഉദ്ദേശിച്ച സ്കൂൾ തന്നെയാണ് വന്നിരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അതിന് കാരണം ഇവിടെ ചുമന്ന മഷിയിൽ തന്നെ എഴുതി കാണിക്കുന്നുണ്ട്. സ്കൂൾ മാറ്റം ലഭിച്ചാൽ വിദ്യാർത്ഥി നിർബന്ധമായും പുതിയ സ്കൂളിലേക്ക് മാറണം. ഇവിടെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ലഭിച്ചിട്ടുണ്ടെങ്കിൽ, അതിപ്പോൾ നിങ്ങൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വരുമ്പോൾ അത് ലഭിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും എന്ത് ചെയ്യേണ്ടി വരും? പുതിയൊരു സ്കൂളിലേക്ക് മാറേണ്ടി വരും. പ്രസിദ്ധീകരിക്കുന്ന ഒഴിവുകൾ കൂടാതെ സ്കൂൾ കോമ്പിനേഷൻ മാറ്റങ്ങൾ മൂലമുണ്ടാകുന്ന ഒഴിവുകളിലേക്കും വിദ്യാർത്ഥി അപേക്ഷ നൽകിയിട്ടുള്ള പക്ഷം മാറ്റം അനുവദിക്കും. അതായത് ഇവിടെ പറയുന്ന ഇപ്പം ഇത്ര മാത്രമേ, നിലവിലിപ്പോൾ വേക്കൻസി ഉള്ള സ്കൂളുകളും വേക്കൻസി ഉള്ള കോഴ്സുകളും മാത്രമേ വേക്കൻസി ലിസ്റ്റിൽ വന്നിട്ടുള്ളൂ, വേക്കൻസി ലിസ്റ്റിൽ കാണുന്നുള്ളൂ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കാൻ പോകുന്ന കൊടുക്കാൻ പോകുന്ന സ്കൂളിൽ കൊടുക്കാൻ പോകുന്ന കോഴ്സിലേക്ക് ചിലപ്പോൾ വേക്കൻസി ഉണ്ടായിരിക്കണമെന്നില്ല. അങ്ങനെയെങ്കിൽ പോലും നിങ്ങൾക്ക് അങ്ങോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതായത് ഇപ്പോൾ ഒരു വേക്കൻസി പോലും ഇല്ലാത്ത സ്കൂളിലേക്കോ ഒരു വേക്കൻസി പോലും ഇല്ലാത്ത കോഴ്സിലേക്കോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. കാരണം ആ സ്കൂളിൽ നിന്നും അല്ലെങ്കിൽ ഒന്നെങ്കിൽ ആ സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ ആ കോഴ്സിൽ നിന്ന് ഒരു വിദ്യാർത്ഥി മറ്റേതെങ്കിലും സ്കൂളിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോഴ്സിലേക്കോ പ്രവേശനം മാറിപ്പോകുന്ന പക്ഷം ആ വേക്കൻസിയിലേക്ക് ആ വിദ്യാർത്ഥിയെ പരിഗണിക്കുക. അതായത് വേക്കൻസി ഇല്ലാത്ത സ്കൂളുകളിലേക്കും കോഴ്സുകളിലേക്കും അപ്ലൈ ചെയ്യാം. കാരണം ഇൻ കേസ് വേക്കൻസി ഇല്ലാത്ത സ്കൂളുകളിലെയും കോഴ്സുകളിലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് ഒരു കുട്ടി മറ്റൊരു സ്കൂളിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു കോഴ്സിലേക്കോ പോവുകയാണെങ്കിൽ ആ വേക്കൻസിയിലേക്ക് നിങ്ങളെ പരിഗണിക്കുന്നതായിരിക്കും. അതായത് വിദ്യാർത്ഥി മാറ്റം ആഗ്രഹിക്കുന്ന ഏതൊരു സ്കൂളിലേക്കും നിലവിൽ ഒഴിവുകളില്ലെങ്കിലും അപേക്ഷ നൽകാം. ഞാൻ ഈ പറഞ്ഞ കാര്യം, ഇപ്പം നിങ്ങൾക്ക് നിലവിൽ മാറ്റം ആഗ്രഹിക്കുന്ന സ്കൂളുകളിലേക്കും കോഴ്സുകളിലേക്കും അവിടെ ഒഴിവുകളില്ലെങ്കിലും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. പ്രസ്തുത സ്കൂളിൽ നിന്നും ഏതെങ്കിലും വിദ്യാർത്ഥി സ്കൂൾ മാറ്റത്തോടെ പോകുന്ന ഒഴിവ് വന്നാൽ ആ ഒഴിവിലേക്ക് മുകളിൽ സൂചിപ്പിച്ച അപേക്ഷ പരിഗണിക്കും. ഞാൻ പറഞ്ഞ കാര്യം തന്നെ, ഇപ്പം വേക്കൻസി ഇല്ലാത്ത സ്കൂളുകളിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് ഒരു വിദ്യാർത്ഥി മറ്റൊരു സ്കൂളിലേക്കോ മറ്റൊരു കോഴ്സിലേക്കോ പോയാൽ മേലുണ്ടാകുന്ന ഒഴിവുകളിലേക്ക് മുകളിൽ സമർപ്പിച്ച അപേക്ഷ പരിഗണിക്കും. ഞാൻ പറഞ്ഞ കാര്യം തന്നെ. ഇതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ട വിധം, കാൻഡിഡേറ്റ് ലോഗിലെ അപ്ലൈ ഫോർ സ്കൂൾ ബാർ കോമ്പിനേഷൻ ട്രാൻസ്ഫർ എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ദൃശ്യമാകുന്ന ഓപ്ഷനുകൾ ചേർക്കാനുള്ള ബോക്സിൽ വിദ്യാർത്ഥി ഉദ്ദേശിക്കുന്ന സ്കൂളും കോമ്പിനേഷനുകളും മുൻഗണനാക്രമത്തിൽ സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യണം. അത് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രൊഫൈൽ ലോഗിൻ ചെയ്തിട്ട് അപ്ലൈ ഫോർ സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ എന്ന ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് നിങ്ങളുടെ hfcap.kerala.go.in എഴുതുക, വെബ്സൈറ്റ് സന്ദർശിക്കുക, കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഡിസ്ട്രിക്റ്റ് നൽകി ലോഗിൻ ചെയ്യുക. അപ്ലൈ ഫോർ സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ എന്ന ലിങ്ക് നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആവശ്യമായ ഓപ്ഷനുകൾ ആഡ് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. ജില്ലയ്ക്ക് പുറമെയും അപേക്ഷിക്കണമെന്നതിനാൽ അപേക്ഷയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഓപ്ഷനുകൾ, സ്കൂളിൻ്റെ പേര്, കോഴ്സ് എന്നിവ ഒരിക്കൽ കൂടി പരിശോധിച്ച് ഉറപ്പാക്കി കൺഫർമേഷൻ നൽകേണ്ടതാണ്. അതായത് ജില്ലയ്ക്ക് പുറമേലേക്കും ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാമെന്നുള്ളത് കൊണ്ട് നിങ്ങൾ നൽകുന്ന സ്കൂളിൻ്റെ പേരും കോഴ്സിൻ്റെ പേരും എന്ത് ചെയ്യണം? കറക്റ്റായി വേരിഫിക്കേഷൻ ചെയ്ത ശേഷം മാത്രമാണ് കൺഫർമേഷൻ നൽകേണ്ടത്. സ്കൂൾ ട്രാൻസ്ഫറും കോമ്പിനേഷൻ ട്രാൻസ്ഫറും ഒരുമിച്ചായിരിക്കും പ്രോസസ്സ് ചെയ്യുന്നത്. ജില്ലാന്തര സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫറിനായുള്ള ഓപ്പൺ വേക്കൻസി വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫറിനായുള്ള അപേക്ഷകൾ കാൻഡിഡേറ്റ് ലോഗിനിലൂടെ വളരെ സുരക്ഷിതമായിട്ടാണ് 2026 ഓഗസ്റ്റ് 7 വൈകിട്ട് 4 മണിക്കുള്ളിൽ സമർപ്പിക്കേണ്ടതാണ്. ജില്ലാന്തര ട്രാൻസ്ഫർ സംബന്ധിച്ച് സർക്കുലറിലെ വിശദാംശങ്ങൾ 1ാം വർഷ ക്ലാസ്സുകളിൽ അറിയിപ്പായി നൽകുവാനും വിദ്യാർത്ഥികൾക്ക് അനിവാര്യമെങ്കിൽ രക്ഷിതാക്കളുടെ അറിവോടുകൂടി ട്രാൻസ്ഫറിന് അപേക്ഷിക്കാനും മറ്റും വേണ്ട നിർദ്ദേശങ്ങളും സാങ്കേതിക സഹായങ്ങളും സ്കൂൾ ഹെൽപ്പ് ഡെസ്കിലൂടെ നൽകാൻ വേണ്ട സജ്ജീകരണങ്ങൾ സ്കൂൾ പ്രിൻസിപ്പൽമാർ സ്വീകരിക്കേണ്ടതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മൈ നെയിം ഈസ് കൃത ഫോർ ദ കരിയർ ഗൈഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.